നമ്മുടെ നാട്ടിലെ പല പ്രശ്നങ്ങളുണ്ടല്ലോ, ഇന്നലെ തുടങ്ങിയതൊന്നുമല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുലഫാഉർ റാഷിദുകളുടെ കാലത്ത് തുടങ്ങിയതാണത്. സ്വഹാബത്തിന്റെ കാലത്തുണ്ടായിരുന്നത്, താബിയുടെ കാലത്തുണ്ടായിരുന്നത്, മദ്ഹബിന്റെ അയിമ്മത്തിന്റെ കാലത്തുണ്ടായിരുന്നത്. അന്ന് തന്നെ തുടങ്ങിയതാണ് മുസ്ലിമുകളുടെ ഇടയിലുള്ള ഭിന്നതകള്, മുസ്ലിമുകളുടെ ഇടയിലുള്ള പങ്കടങ്ങൾ, വിഭാഗങ്ങൾ. അങ്ങനെ അതിങ്ങനെ വന്ന് വന്ന് അവസാനം നമ്മുടെ നാട്ടിലേക്കും എത്തിയതാ. ഇതിനെ ശരിയാക്കാൻ കഴിയോ? നിങ്ങൾ പറയുന്നത് ശരിയാക്കാൻ കഴിയോ? 1,500 വർഷമായി പാർട്ടി തുടങ്ങിയിട്ട് ഇതിനെ ശരിയാക്കാൻ വേറെ വേറെ പേരിൽ വന്നുകൊണ്ടെന്നെ ഇരിക്കൂ. ഇപ്പോൾ ഉള്ളത് ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ്, ഖാദിയാനി, ഷിയ, സലഫി, വഹാബി, മൗജൂദ്, മൗദൂദി, മുജാഹിദ്, ഇങ്ങനെ കുറെ പേരിൽ മുന്നേ ഖവാരിജ്, മുഅ്തസില്, പിന്നെ സഹ്മിയകൾ, ഇങ്ങനെ പല രീതിയിലുള്ള പേരും മുന്നുണ്ടായിരുന്നു. അവരുടെ അതേ സിദ്ധാന്തം ഇപ്പോൾ ഉള്ളത്. അങ്ങനെ പലതും പറയും ഞങ്ങളുടെ നാട്ടിൽ. അപ്പൊ ഞാൻ എന്താക്കേണ്ടത്? അത് ശരിയാ, ഇത് ശരിയാ, കൺഫ്യൂഷൻ ആവേണ്ടതല്ല. പിന്നെ പകരം ബഹുമാനപ്പെട്ട നമ്മുടെ ആലിമീങ്ങൾ പറഞ്ഞു തന്നൊരു ഒരു വഴിയുണ്ട്. ആ സിദ്ധാന്തമാണ് ഇന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ മുന്നോട്ട് വെക്കുന്നത്. അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അതിന്റെ പിന്നാലുള്ള എത്ര വലിയ ശക്തിയാണെങ്കിലും സമസ്തയോട് കളിക്കുന്നത് സുന്നത്ത് ജമാഅത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ, അവരോട് സഹായിക്കുന്നവർ, സുന്നത്ത് ജമാഅത്തിനെതിരെയുള്ള സംഘടനയോടൊപ്പം കൈചേർക്കുന്നവർ, സമസ്തയുടെ ആദർശത്തിനും ആശയത്തിനും എതിരെ പ്രവർത്തിക്കുന്നവരോടൊപ്പം കൂടുന്നവർ, അവർ എത്ര വലിയ തറവാടുകാരായാലും, എത്ര വലിയവരായാലും, എത്ര പേരും പെരുമയും പ്രശസ്തിയുമുള്ളവരായാലും പോലും സമസ്തക്ക് ഒരു കാര്യമില്ല. അത് ആദർശത്തിലാണ്. ആരെയും മുഖം നോക്കാതെ എതിർക്കുക തന്നെ ചെയ്യും മോനെ. അത് നഷ്ടമായാലും കഷ്ടമായാലും പ്രശ്നമില്ല, ജനസംഖ്യ കുറഞ്ഞാലും പ്രശ്നമില്ല. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ നേതൃത്വം കൊടുക്കുന്ന ആ സംഘടനയുണ്ടല്ലോ, അത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണ്ട് മുശ്രിക്കുകളുടെ മുഖം നോക്കി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. കണ്ടവരെ പിന്നാലെ പോയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. പുറത്തു പോയാലും പ്രശ്നമില്ല, സമസ്തക്കെതിരെ ശബ്ദിച്ചാലും പ്രശ്നമില്ല, സമസ്ത എതിർക്കുന്ന ശത്രുക്കളെ ഏ രീതിയിലും കൂട്ടുകെട്ടിയാലും പ്രശ്നമില്ല. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശമാണ്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങി വെച്ചത്, പാങ്ങിൽ അഹമ്മദ് മുസ്കുട്ടി മുസ്ലിയാർ കൊണ്ടുവന്നത്, പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ വഴി കാണിച്ചു തന്നത്, ഇതുപോലത്തെ വാണിമ്പലം ഉസ്താദ് വഴി കാണിച്ചു തന്നത്, ഇതുപോലത്തെ ആലിമീങ്ങളെ ആരിഫീങ്ങളെ ഉലിയാക്കന്മാർ, ശൈഖുന കണ്ണിയത്ത് ഉസ്താദിനെ പോരാത്ത, ശംസുൽ ഉലമയെ പോരാത്ത, കാളമ്പാട് ഉസ്താദിനെ പോരാത്ത, ചെറുഷേർ ഉസ്താദിനെ പോരാത്ത, കുമരംപുത്തൂർ ഉസ്താദിനെ പോരാത്ത, താറന്നൂർ ഉസ്താദിനെ പോരാത്ത, ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ ഉസ്താദിനെ പോരാത്ത, കോട്ടുമല ബാബു ഉസ്താദിനെ പോരാത്ത, PKM ബാബു ഉസ്താദിനെ പോരാത്ത, ബഹുമാനപ്പെട്ട MA ഖാസിം ഉസ്താദിനെ പോരാത്ത, ബഹുമാനപ്പെട്ട ശൈഖുന സൈനുൽ ഉലമാ ചെറുഷേർ ഉസ്താദിനെ പോരാത്ത, കോട്ട ഉസ്താദിനെ പോരാത്ത, ഷഹീദ് CM ഉസ്താദിനെ പോരാത്ത ആലിമീങ്ങൾ ആരിഫീങ്ങൾ കാട്ടിത്തന്ന വഴിയാണ്, ആദർശമാണ്, ആ വിശ്വാസമാണ്, ആ സിദ്ധാന്തമാണ്. അതിൽ വ്യത്യാസമില്ല, അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബുൽ ഉസ്താദ് ആദർശം വിട്ടിട്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായില്ല. ആദർശം വിളിച്ച് വിട്ടിട്ട് കളിച്ച ആളല്ല. തമാശക്ക് പോലും സമസ്തക്കെതിരെ കളിക്കുന്നവരുണ്ടല്ലോ, ആശയത്തിലും ആദർശത്തിലും വിശ്വാസത്തിലും ആചാരത്തിലും സമസ്തക്കെതിരെ കളിക്കുന്നവരുണ്ടല്ലോ, അവരോട് രാജിയാകുന്ന പ്രശ്നമില്ല. ആരുടെ മുഖം നോക്കിയിട്ടാണെങ്കിലും സത്യം തുറന്നു പറയുന്ന അധീരത കാണിച്ചിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബുൽ ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ പറഞ്ഞു വരുന്നത്, അവർ ആലിമീങ്ങളായിരുന്നു, അവർ ആരിഫീങ്ങളായിരുന്നു, കറാമത്തുള്ള മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു. അവരാണ് നമ്മുടെ വഴികാട്ടികളൊക്കെയും. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ എല്ലാ കർമ്മങ്ങളും അതിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ട് മുസ്ലിമേ, SKS എന്നുള്ള മഹിതമായ സംഘടനയുണ്ടല്ലോ, SOS എന്നുള്ള മഹിതമായ സംഘടനയുണ്ടല്ലോ, അത് പാർട്ടിയല്ലടോ, അതൊരു വിഭാഗമോ ഒരു പ്രസ്ഥാനമോ അല്ലടോ, പകരം അല്ലാഹുവിന്റെ ദീനാണ്.
നമ്മുടെ ചെറുപ്പക്കാർ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നതിന്, കണ്ട പുതിയ അലവലാതി പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ പോകുന്നതിന്, ഭംഗി കണ്ടതിനൊക്കെയും വാപ്പയെന്ന് വിളിച്ചു പോകുന്നതിന് പകരം ജന്മം നൽകിയവരാണ് വാപ്പ, ജന്മം നൽകിയവളാണ് ഉമ്മ എന്ന് വിശ്വസിച്ചതിന്റെ പിന്നാലെ പോകുന്ന, പരിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ അർത്ഥം പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള പ്രസ്ഥാനമാണ് സമസ്ത. അത് യഥാർത്ഥ ദീനാണ്. ആ സമസ്ത ഇന്ന് സുന്നി എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം മുസ്ലിമീങ്ങൾ പല രീതിയിലുമുണ്ട്. അല്ലെ, മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളെ പള്ളി മുമ്പ് അങ്ങനല്ല. പണ്ടല്ല നമ്മൾ യാത്ര പോകുന്ന സമയത്ത്, കേരളത്തിൽ തുടങ്ങി യാത്ര പോകുന്ന സമയത്ത് പള്ളി കണ്ടെങ്കിൽ നിർത്തും, നിസ്കരിക്കും. ഇന്നങ്ങനല്ല. ഏത് പള്ളി കണ്ടെങ്കിൽ അത് ആരെ പള്ളി നോക്കും. അല്ല, ഇന്നങ്ങനെ അത് ആരെ പള്ളി നോക്കും. പള്ളിയൊക്കെ കയറുന്ന ആരെ പള്ളി നോക്കും. അവിടെ പല രീതിയിലുള്ള പള്ളികളുണ്ടാവും. ഏതുവരെ ഞാനൊക്കെ നന്ദി ദാറുസലാം ഞങ്ങൾ ഫാറൂഖ് പുസ്തകം പഠിച്ചാലാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നന്ദി ദാറുസലാം അറബി കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോഴിക്കോടിലേക്ക് ഒരു സംഭവം ബാങ്ക് കേട്ടു. ബാങ്കിന്റെ ശൈലി ഒരു വേറെ രീതിയിലായിരുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഷഹാദത്ത് കലിമ കഴിഞ്ഞതിന് ശേഷം ഒരു വേറെ എന്തോന്ന് കൂട്ടിയത് എന്തെന്ന് ഓർമ്മയാകുന്നില്ല. പിന്നെ ഷിയാഖ് റഷദ് അന്ന അലിയ വലിയുള്ള എന്ന് പറഞ്ഞിരിക്കുന്ന ബാങ്കിൽ കൂട്ടരുണ്ട്. ഇതങ്ങനെ ഇത് ഖാദിയാനികളെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ആ പള്ളിന്റെ മുറ്റത്ത് ഒരു സെന്റ് വിൽക്കുന്ന ഒരു ആചാര വീഡിയോ ഉണ്ട് ചെറിയത്. ഈ മുതലക്കുളത്ത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എന്ന പേരുള്ള വലിയൊരു പള്ളിയുണ്ട്. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അതിന്റെ പേര്. അങ്ങനെ പള്ളിയിൽ നിസ്കരിക്കാൻ അസംസ്കരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടുത്തെ ആചാര പള്ളി വിളിച്ചു പറഞ്ഞു, ഉസ്താദേ അത് മുസ്ലിമുകളെ പള്ളി എന്താ, അതിലേക്ക് നിങ്ങൾ പോകണ്ട. അപ്പൊ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അത് ഖാദിയാനിമാരെ പള്ളി. അല്ലേ, ഇങ്ങനെ പലതും വരും പല രീതിയിൽ. അപ്പൊ നമ്മൾ നോക്കേണ്ടി വരും ആരെ പള്ളി ഏത് നിസ്കാരം. അള്ളാന്റെ പള്ളിയിൽ എല്ലാവരും കെട്ടുന്ന അള്ളക്ക് തന്നെ പള്ളി. ആരും മരത്തിനും മാങ്ങയ്ക്കും ചക്കയ്ക്കും പള്ളി കെട്ടുന്നില്ല. എല്ലാം കെട്ടുന്ന അള്ളക്ക് തന്നെ പള്ളി. അള്ളക്ക് വേനായിട്ട് നിസ്കരിക്കുന്ന പള്ളി കെട്ടുന്നത് മാത്രം. അത് അള്ളക്ക് വേണ്ടി ആവണ്ടേ. എല്ലാവരും സാധു കലിമ ചെന്ന സാധു കലിമ ശരിയാവണ്ടേ. എല്ലാവരും ഓതുന്ന ഖുർആൻ ശരിയാവണ്ടേ. ഹദീസ് തന്നെ ഓതുന്ന ഹദീസാവണ്ടേ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദാരി മുസ്താദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് ഒറിജിനാലിറ്റി, അതിന് യഥാർത്ഥ ശൈലി, യഥാർത്ഥ രൂപം, യഥാർത്ഥ മാർഗമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അത് ബഹുമാനപ്പെട്ട ആലിമീങ്ങളുള്ള സാദാത്യങ്ങളുള്ള പാണക്കാട് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലത്തെ, ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളെ പോലത്തെ, ഉമർ അലി ശിഹാബ് തങ്ങളെ പോലത്തെ മഹാന്മാർ നട്ടുവളർത്തിയ സംഘടന. ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളെ പോലത്തെ ആലിമീങ്ങൾ ആരിഫീങ്ങൾ, ബാഫക്കി തങ്ങളെ പോലത്തെ ആലിമീങ്ങൾ ആരിഫീങ്ങൾ നട്ടുവളർത്തിയ സംഘടന സമസ്ത എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിത്തബൈൽ ഉസ്താദിനെ പോലത്തെ കറാഹത്ത് പോലും ജീവിതത്തിൽ അറിയാതെ പോലും ഒരു കറാഹത്ത് ചെയ്യാത്ത മഹാന്മാർ അവരാണ് ഇത് നട്ടുവളർത്തിയത്. നമുക്ക് ധൈര്യത്തിൽ നമ്മുടെ നേതാക്കന്മാർ ആരി എന്ന് വിശ്വസിച്ചിട്ട് നമുക്കതിനെ പിന്നാലെ പോകാം. അല്ല, ഏതൊരു പ്രസ്ഥാനം പുതിയത് വരുമ്പോക്കൂ ഞമ്മ പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പരിശുദ്ധ ഇസ്ലാം തുടങ്ങുന്ന സമയത്ത് അബ്ദുൽ ഗഫാർ റളിയല്ലാഹു അൻഹു പോലത്തെ ആൾക്കാർ അവർക്കെല്ലാം തരുമോ അതിൽ പറയുന്നത് എന്ത് എന്നല്ല നോക്കിയത്. അള്ളാഹു ഒരുവനാണോ, റസൂലാണോ, അതല്ല മറ്റത് കാര്യങ്ങൾ അതല്ല നോക്കിയത്. ആദ്യം ആ പറയുന്ന ആളാര് എന്ന് നോക്കി. അതുണ്ടാക്കിയ ആളാര്, അത് പ്രചരിപ്പിക്കുന്ന ആളാരാ, അത് പറഞ്ഞു തരുന്ന ആളാരാ. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവർ ആരാണ്, എന്താണ് പ്രവാചകൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ അവർ കണ്ടു മനസ്സിലാക്കി. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി, പറയുന്നതും ചെയ്യുന്നതും എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് ഖുർആനിന്റെ തെളിവ് കണ്ടിട്ട്, ഹദീസിന്റെ തെളിവ് കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നതല്ല. പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടാണ് പരിശുദ്ധ ഇസ്ലാമിനെ അവർ കണ്ടു മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു പുതിയൊരു പ്രസ്ഥാനം നാട്ടിലേക്ക് വരുന്ന സമയത്ത് അത് പറയുന്നതിന്റെ പ്രഥമ വ്യക്തി ആരാ, അത് തുടങ്ങിയതാരാ? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, സലഫിസത്തിന്റെ നേതാവ്, അത് ഉണ്ടാക്കിയ ആൾ, അത് സ്ഥാപിച്ച ആൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. അദ്ദേഹത്തൊന്ന് പഠിച്ചു നോക്ക്. സ്വന്തം വാപ്പയും സ്വന്തം ജ്യേഷ്ഠനും അനുജന്മാർ എല്ലാവരും തള്ളി പറയുന്ന ആളാണ്. നാട് വിട്ടുപോയ ആളാണ് മദീനയിലേക്ക്, മക്കയിലേക്ക് സൗദി അറേബ്യ നാട് വിട്ടുപോയ ആളാണ്. പല കുതന്ത്രങ്ങളും ചെയ്ത ആളാണ്. നല്ലവനല്ല എന്ന് ഉറപ്പുള്ളതാണ്. അങ്ങനെയുള്ളവൻ തുടങ്ങി വെച്ചതാണ് ഈ സലഫിസം എന്നുള്ളത്. ജമാഅത്ത് ഇസ്ലാമിന്റെ കഥയും അങ്ങനെ തന്നെ, അതേപോലെ തബ്ലീഗിന്റെ കഥയും അങ്ങനെ തന്നെ, ഖാദിയാന്റെ കഥയും അങ്ങനെ തന്നെ. സുന്നത്ത് ജമാഅത്തിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പോയി നോക്കുന്നേ. സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിച്ച സ്ഥാപക നേതാവിന്റെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുന്നേ. അത് വളർത്തിക്കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദിന്റെ കഥ പറഞ്ഞുവല്ലോ. കണ്യത്ത് ഉസ്താദിന്റെ കഥ ഒന്ന് പഠിച്ചു നോക്കുന്നേ. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ജീവിത ശൈലി ഒന്ന് പഠിച്ചു നോക്കുന്നേ. എന്തിനേറെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മിൽ ഒരാളെ
പോലെയായിരുന്ന നമുക്ക് ഉന്നത നേതൃത്വം നൽകിയിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ്, ആ ജീവിതം കണ്ടാൽ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാം. മുസ്ലിമേ, ഇസ്ലാം എന്തെന്ന് അറിയാനും പഠിക്കാനും ദക്ഷിണ കന്നഡ ജില്ലയിലുള്ള ഏകദേശം മുസ്ലിമീങ്ങളൊക്കെയും സമസ്തക്കാരായത്, ഏകദേശം എല്ലാ പള്ളികളും സമസ്തയോടൊപ്പം ഉണ്ടായത്, ആയിരക്കണക്കിന് ചെറുപ്പക്കാർ SKSF മെമ്പർഷിപ്പ് എടുക്കുന്നത് അത് ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദിന്റെ ജീവിതശൈലി കണ്ടിട്ടാ, മിത്തബൈൽ ഉസ്താദിന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ജീവിത പദ്ധതികളും കണ്ടിട്ടാ. അവിടെയാണ് അല്ലാഹുവിന്റെ ദീനിയുള്ളത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിട്ട് ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ കാന ഖുലുഖുൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം സ്വഭാവം അത് ഖുർആനാണ്. ആ ഖുർആൻ അനുസരിച്ചിട്ടുള്ള ജീവിത ശൈലിയാണ് നമ്മുടെ ആലിമീങ്ങൾക്കുള്ളത്. അതുകൊണ്ട് സഹോദരാ, നിങ്ങൾ ഭാഗ്യവന്മാരാണ്. ഇതുപോലൊരു സംഘടനയുണ്ടാക്കിയിട്ട് നാട്ടിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അമീർ തങ്ങള് എന്നേക്കാൾ നിങ്ങൾ കൂടുതൽ അറിയാം. നിങ്ങളുടെ അയൽവാസിയാണ്. ബഹുമാനപ്പെട്ട അമീർ തങ്ങളെ ബാപ്പയെ നിങ്ങൾ ധാരാളം അറിയുന്നവരാണ്. ബാപ്പയുടെ ബാപ്പയും ചിലപ്പോൾ നിങ്ങൾക്കറിയാം. ഔലിയാക്കന്മാരുടെ പാരമ്പര്യമുള്ളവരാണ്, ആലിമ്യങ്ങളുടെ പാരമ്പര്യമാണ്, സ്വാലിഹീങ്ങളുടെ പാരമ്പര്യമാണ്, സൂഫികളുടെ പാരമ്പര്യമാണ്. അതുപോലത്തെ നേതാക്കന്മാരാണ് നമുക്കൊക്കെ നേതൃത്വം നൽകുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് നമുക്ക് വിട്ടേച്ചു പോയ നമുക്കുള്ള നിധിയാണ്. ബഹുമാനപ്പെട്ട ഇർഷാദ് ആരിമീനെ പോലെ ഉസ്താദുമാർ അല്ലെ, അവർക്കെല്ലാവരും നമുക്ക് അവർ ബാക്കി വെച്ച് തന്നത്. ഇവരെ പിടിച്ചോളൂ, നിങ്ങൾക്ക് വിജയിച്ച് മുന്നോട്ട് പോകാമെന്ന്. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നമ്മുടെ നേതാക്കന്മാർക്ക്, തങ്ങന്മാർ, ആലിമ്യങ്ങൾ, ആരിഫ്യങ്ങൾ, ഇതിനോടൊപ്പമുള്ള ഇതിന്റെ SKSF ചെറുപ്പക്കാർ, SOS ചെറുപ്പക്കാർ, ഇതിന്റെ ഭാരവാഹികൾ എല്ലാവർക്കും അല്ലാഹു തആല തക്കതായ പ്രതിഫലം അല്ലാഹു പ്രദാനം ചെയ്യും.